ശനിയാഴ്ചയായിട്ട് എന്താ പരിപാടി എന്നല്ലേ? പുല്ലുവെട്ടൽ തന്നെ. ഹൗസ് ഓണർ ആണെങ്കിൽ ഒരു മെഷീനൊക്കെ എടുത്ത് തന്ന് എണ്ണയൊക്കെ ഒഴിച്ച് തന്നിട്ട് പരിപാടി തുടങ്ങിക്കോ, വെട്ടി തീർത്തോളാൻ പറഞ്ഞു. ഫ്രണ്ടിലും ബാക്കിലും ഉണ്ട് വെട്ടാനെന്നും കൂടെ. ആയിക്കോട്ടെ. ഇതെങ്ങനെയാണ് റൺ ചെയ്യേണ്ടതെന്ന് പോലും അറിയത്തില്ലായിരുന്നു. പിന്നെ യൂട്യൂബും ഗൂഗിളും ഒക്കെ നോക്കി ഒരു തരത്തിൽ ഇത് റൺ ചെയ്തെടുത്ത്. ഇത് റണ്ണും ചെയ്തെടുത്ത് കഴിഞ്ഞ് പൊരി വെയിലത്ത് ഞാനൊരറ്റം തൊട്ട് പുല്ല് വെട്ടാൻ തുടങ്ങി. പിന്നെ സൺസ്ക്രീൻ ഇല്ലായിരുന്നു, സേഫ്റ്റി ഗ്ലാസ് ഇല്ലായിരുന്നു, അങ്ങനത്തെ കുറച്ച് മണ്ടത്തരങ്ങളൊക്കെ കാണിച്ചു. സാരമില്ല, അടുത്ത തവണ ഇതെല്ലാം ശരിയാക്കാം. സമ്മറിൽ ഇതൊരു ഹോബിയാണ് കാനഡയിൽ ഉള്ളവർക്ക്. കാരണം ഇത് വെട്ടിയില്ലെങ്കിൽ സിറ്റിയുടെ കയ്യിൽ നിന്ന് ഫൈനും പെനാൽറ്റിയൊക്കെ ആയിട്ട് ഒരു നല്ല തുക പോക്കറ്റിൽ നിന്ന് ഇറങ്ങും. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് ഈ പുല്ലുവെട്ടാൻ പഠിക്കുന്നത് കാനഡയിൽ വരുമ്പം ഒരു അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. കുക്കിംഗ് അറിഞ്ഞിരിക്കുന്ന പോലെ തന്നെ പുല്ലുവെട്ടാനും പഠിക്കണം. ഇല്ലെങ്കിൽ വല്ല അപ്പാർട്ട്മെൻറ്റിലും പോയി താമസിക്കണം. ഇങ്ങനത്തെ കുറേ ഇൻസൈറ്റുകളാണ് ഈ ഒരു സാറ്റർഡേ എനിക്ക് തന്നത്.